നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. PP ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമാണെന്ന് പ്രാദേശിക ചാനൽ റിപ്പോർട്ടറുടെ മൊഴിയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം PP ദിവ്യക്കെതിരായ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കണ്ടെത്തലുകൾ ശരിയാണെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദിവ്യയ്ക്കൊപ്പം പ്രശാന്തും ജില്ലാ കലക്ടറും ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ഇവരിലേക്ക് അന്വേഷണം നീണ്ടിട്ടില്ല. നിയമ പോരാട്ടത്തിന് അന്വേഷണ റിപ്പോർട്ട് ശക്തി പകരുമെന്നും മഞ്ജുഷ പറഞ്ഞു. ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അതിൽ ഗൂഢാലോചന ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തു വിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ. നിയമ പോരാട്ടത്തിന് ഇത് സഹായകരമാണ്. ഗൂഢാലോചനയിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതിനകത്ത് ഇനി വേറെ ആളുകൾ ഉൾപ്പെട്ട് വരുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ ഏതായാലും ലീഗൽ ബാറ്റിലുമായിട്ട് മുമ്പോട്ട് പോവാം. നിയമ നടപടികളുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത്. നമുക്കറിയാം PP ദിവ്യയെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. വിളിക്കാത്ത യോഗത്തിനെത്തി PP ദിവ്യ അന്ന് പ്രസംഗിച്ചത് എന്താണ്? ഒന്നുകൂടി കേൾക്കാം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നിങ്ങളുടെ പരിപാടി പങ്കെടുത്തത്. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മളെപ്പോഴും പാലിക്കും. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുണ്ടെടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കണ്ട. അങ്ങനെ ആരും ധരിക്കണ്ട. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു നന്ദി പറയാറ്. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നടത്തി കൊടുത്ത് കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയാനും, കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെടണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക. കാരണം നമ്മുടെ എല്ലാം ചുറ്റും ആളുകളുണ്ട്. വളരെ കെയർ ചെയ്യണം. ഈ പ്രസംഗമാണ് ഈ യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ സംസാരിച്ചതാണ് നവീൻ ബാബുവിനെ അലട്ടിയത്. നമുക്കറിയാം ഈ യാത്രയപ്പ് യോഗത്തിന് PP ദിവ്യ കയറി വരുമ്പോൾ അദ്ദേഹം സന്തോഷവാനായിട്ടാണ് കാണപ്പെടുന്നത്. അതിനുശേഷം ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം ഏറെ അസ്വസ്ഥനുമായിരുന്നു. പിന്നീട് ഇത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ചൂണ്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണവും അത്തരത്തിൽ തന്നെയായിരുന്നു. റോഷിപാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നതാണ് കണ്ടെത്തൽ. മറ്റൊന്ന്, PP ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമാണെന്നാണ്. അതായത് അവരെ ക്ഷണിച്ചിട്ടില്ല, പക്ഷേ PP ദിവ്യ യോഗത്തിലെത്തുന്നു, ഇത്തരത്തിൽ നവീൻ ബാബുവിനെതിരെ പ്രസംഗിക്കുന്നു. മാത്രമല്ല, ആ ദൃശ്യം പകർത്താൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മൊഴി കൂടി PP ദിവ്യയ്ക്ക് കുരുക്കാവുകയാണല്ലേ? വിനീത, നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ ലാൻഡ് റവന്യൂ കമ്മീഷന്റെ അന്വേഷണത്തിൽ നവീൻ ബാബു ഒരു തരത്തിലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന സ്ഥിരീകരണമാണ്. അങ്ങനെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ പെട്രോൾ പമ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ NOCയുടെ കാര്യത്തിൽ ഒരു കാലതാമസവും നവീൻ ബാബുവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന സ്ഥിരീകരണവും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. അതിനു പുറമെ ഈ യാത്രയപ്പിൽ PP ദിവ്യ, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ എത്തിയതിലെ ഒരു ദുരൂഹത പോലും അവിടെ ചൂണ്ടിക്കാട്ടുന്നു. PP ദിവ്യയെ ജില്ലാ കളക്ടറിലെ ജീവനക്കാരോ ഈ യാത്രയപ്പിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, അതിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു PP ദിവ്യയുടെ ആ യാത്രയപ്പിലേക്കുള്ള കടന്നുവരവിലും PP ദിവ്യയുടെ പ്രസംഗത്തിലുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കൃത്യമായി പ്രാദേശിക ചാനൽ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി അതിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു. നിരന്തരം ഈ PP ദിവ്യയുടെ ഓഫീസിൽ നിന്നും പ്രാദേശിക
പ്രാദേശിക ചാനലിന്റെ പ്രതിനിധിയെ വിളിച്ചിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗീത സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായി നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണം കണ്ടെത്തണമെങ്കിൽ ഒരു പോലീസിന്റെ തുടരന്വേഷണം ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇനി കുടുംബം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന്റെ പുനരന്വേഷണത്തിന് നിർദ്ദേശം സർക്കാർ നൽകുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും പി ദിവ്യക്ക് കുരുക്കാകുന്ന റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റവന്യൂ മന്ത്രിക്ക് കൈമാറിയത്. ശരി, ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ അപ്ഡേറ്റുകളിലേക്ക് പോകണം. മുഖ്യമന്ത്രിയുടെ നയരേഖയിൽ എന്തായി തീരുമാനങ്ങളെന്ന് നമുക്ക് പരിശോധിക്കണം.